नमस्कार जी। गुड मॉर्निंग। हमने कमरा बुक किया है। Beg your pardon? आई हैव बुक्ड ए रूम। माय नेम इज मिस्टर मेहता। Just a minute. हाँ, Mr. K.N. Mehta? हाँ जी, हाँ जी। Please thank you. Sir, വേറെ ഏതാവത്? नो। പറ്റുമോ സർ? Yes, I will come now. Okay. Hello, Tevar. வாயா வா வா உட்காரு. பயணமெல்லாம் நல்லா இருந்ததா? हाँ, 2 நாள் முன்னாலே நான் உனக்காக ரூம் புக் பண்ணிட்டேன். அந்த ரூம் தான் வேணும் சொன்னேன். எப்படி புக் பண்ண தெரியுமா? அந்த ரூம் நம்பர் தான் உனக்கு லக்கி நான் சொன்னேன். எப்படி? இது உங்க ரிட்டர்ன் டிக்கெட்டும் அட்வான்ஸ் கொஞ்சம் மீதி பணம். நேரா ஆப்போசிட் ஹோட்டல்ல ஆப்போசிட் ரூம். நான் மத்தியானம் ஹைதராபாத் போறேன். நாளை காலையில பேப்பர்ல படிக்கலாம்ல? നമ്മൾ തമ്മിൽ ഇത് ആദ്യമായിട്ടല്ലല്ലോ തേവർ.
என்னாச்சு? தவறி கீழே விழுந்துட்டாரு. ஐயோ பாவம். എന്തായി? ഒന്നും ആയില്ല. ഓഹോ, ആ എന്തായി? രാവിലെ തുടങ്ങിയ മീറ്റിംഗ് ആണല്ലോ, ഇതുവരെ നേതാവിനെ തെരഞ്ഞെടുത്തില്ലേ? ഓ, ഇതുവരെ ഒന്നും ആയില്ല. എന്താ പ്രശ്നം? വൈകുന്നേരം വരെ കഴുത്തുമുട്ടമായിരിക്കും മുഖ്യമന്ത്രി എന്നാ പറഞ്ഞു കേട്ടത്. ഓഹോ, മലബാർ ലോബിയിലെ ഒരു വിഭാഗം MLA-മാരുടെ സപ്പോർട്ടും അയാൾക്കുണ്ട്. പക്ഷെ കൊച്ചിക്കും തിരുവിതാംകൂറിനും അയാളെ വേണ്ട. പിന്നെ ആര് വേണമെന്ന് തീരുമാനമായിട്ടില്ല, അതാ വൈകുന്നു. പാർട്ടി പ്രസിഡന്റ് കൈമളുടെ തീരുമാനം എന്താ? അയാൾ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാ, അങ്ങോട്ടെങ്കിൽ അങ്ങോട്ട്, ഇങ്ങോട്ടെങ്കിൽ ഇങ്ങോട്ട്. അപ്പൊ സത്യപ്രതിജ്ഞ നാളെ ഉണ്ടാവില്ലേ? ആദ്യത്തെ എഡീഷൻ ഇറങ്ങാറായി. സിറ്റി എഡീഷനിലെങ്കിലും കൊടുക്കാൻ പറ്റുമോ? മുഖ്യമന്ത്രിയുടെ പേര് എന്തായി? തീരുമാനിച്ചോ? KGR ആണോ? ഏതാണ്ട് തീരുമാനിച്ചോലൊക്കെ തന്നെ. വാർത്ത കൊടുത്തേ. വരട്ടെ, പാർട്ടി പ്രസിഡന്റ് വന്ന് ഒഫീഷ്യലായിട്ട് അറിയിക്കും. അയ്യോ, അതെപ്പോഴാ? ഇപ്പൊ വരും. അതിനു മുമ്പ് ഞങ്ങൾ ഇച്ചിരി മാലയും ബൊക്കൊക്കെ സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് കൂടെ പാടും. KGR അങ്ങനെ ഇതിനൊക്കെ നിൽക്കുവോ? എന്താ കുഴപ്പം? 5 വർഷം നമ്മളെ ഭരിക്കാൻ അധികാരം കിട്ടിയ ആരാ വേണ്ടെന്ന് വെക്കുക? കഴുത്തുമുട്ടും അബൂബേക്കറും പാപ്പച്ചനും ഒക്കെ വരുന്നുണ്ടല്ലോ. അല്ല, വാക്കൗട്ടാണോ? എന്തിന്? എല്ലാം ഭംഗിയായി അവസാനിച്ചു, എല്ലാം ഒത്തീർപ്പിലെത്തിച്ചു. അപ്പോ കഴുത്തുമുട്ടം പാർട്ടിയുടെ തീരുമാനവും എന്റെ തീരുമാനവും ഒന്ന് തന്നെ. ആരാണ്ട കുറുക്കൻ തൊട്ടുകളിലേക്ക് ഇരുട്ടത്ത് കൂക്കളെ ഇങ്ങോട്ട് വെളിച്ചത്തേക്ക് വരാടാ. താൻ ഇങ്ങോട്ട് വന്നേ. തോന്നിയ സ്ഥാനത്ത് സുഹൃത്തുക്കളെ, കേരളദേശം പാർട്ടി നിയമസഭാ കക്ഷി നേതാവായി യുവതുർക്കിയായ ശ്രീമാൻ KG രാമേന്ദ്രനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. മുഖ്യമന്ത്രിയായി ഇദ്ദേഹം നാളെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ്. മറ്റു മന്ത്രിമാരാരൊക്കെയാ? അതൊക്കെ പിന്നെ. നാളെ മുഖ്യമന്ത്രി മാത്രം സത്യപ്രതിജ്ഞ ചെയ്യും. കഴുത്തുമുട്ടം ഉണ്ടാവും. അബൂബക്കറോ പാപ്പച്ചനോ? എല്ലാം 2 ദിവസം അറിയാം. മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പത്രസമ്മേളനം എന്നായിരിക്കും. നാളെ അതല്ലെങ്കിൽ മറ്റന്നാൾ. എന്താ അതുപോലെ? കഴുത്തുമുട്ടം കാരണം പാർട്ടി പിണരുമോ? കഴുത്തുമുട്ടമായിരിക്കും CM എന്നാണല്ലോ ആദ്യം കേട്ടത്. പിന്നെന്താ പെട്ടെന്ന് മാറിയത്? എന്തിനാവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? രാമുവിന്റെ പേര് നിർദ്ദേശിച്ചത് തന്നെ കഴുത്തുമുട്ടമാ. അതിൽ കൂടുതൽ എന്ത് വേണം? ഒന്ന് മാറിത്തരണേ, ഒന്ന് മാറിത്തരണേ. ഇതൊന്ന് ഇട്ടോട്ടെ. ഒന്ന് സാർ, ഒരു ഫോട്ടോഗ്രാഫ് വേണം, കഴുത്തുമുട്ടവും സാറുമായിട്ട്. സാറിന് വല്ല വിരോധമുണ്ട്? എന്തിന്? അല്ല വസട്ടാ, ഇങ്ങ് വന്നേ. ഇവർക്ക് നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫ് വേണമെന്ന്. വാ. ഓ, അതിനെന്താ, 1 2 ഇഷ്ടം പോലെ ആയിക്കോട്ടെ. റെഡി സർ? സ്മൈൽ പ്ലീസ്. ഹലോ റിസപ്ഷൻ പ്ലീസ്. ഹലോ റിസപ്ഷൻ. ഉണ്ണിയാ? ഞാൻ വിശ്വം. ഞാൻ നാളത്തേക്ക് ഒരു ട്രിവാൻഡ്രം ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. അതെനിക്ക് ഇന്ന് തന്നെ പോകണം. അല്ല, പോയേ പറ്റൂ. പോയ ബാംഗ്ലൂർ ട്രൈ ചെയ്ത് നോക്കൂ. എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യണം. ഓക്കെ, താങ്ക്സ്. I, KG Ramachandran, KG Ramachandran, do swear in the name of God do swear in the name of God that I will bear true faith and allegiance that I will bear true faith and allegiance to the Constitution of India to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties that I will faithfully and conscientiously discharge my duties as a minister for the state of Kerala
as a minister for the state of Kerala, and that I will do right to all manners of people and that I will do right to all manners of people in accordance with the constitution and the law and the law. without കഴുത്തുമുട്ടം വാസുദേവൻ പിള്ള, എരിഞ്ഞോളി അബൂബേക്കർ, മത്തായി തോമസ് പാപ്പച്ചൻ, മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഭരണകക്ഷി MLA-മാർ. നിങ്ങളുടെ മുഖ്യമന്ത്രി ഇന്നിപ്പോ സത്യപ്രതിജ്ഞ ചെയ്തു. നിങ്ങൾ എന്താ രാജ്ഭവനിൽ പോകാഞ്ഞത്? മനസ്സല്ലായിട്ട് തനിക്ക് എന്ത് വേണം അറിഞ്ഞിട്ട്? വിഷു തനിക്ക് വന്നേ, ഇങ്ങ് വന്നേന്ന്. ആ വിഷു, താനിപ്പോ അയാളോട് ഒന്നും ചോദിക്കരുത്, ഒന്നും പറയരുത്. അയാളുടെ അവസ്ഥ അതാണ്. ഇന്നലെ രാത്രി തീരുമാനം അറിഞ്ഞതിന് ശേഷം അയാൾ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, ആഹാരം കഴിച്ചിട്ടില്ല, കുടിയോടുകൂടി. ഈ അവസ്ഥയിൽ അയാളെ ഇവിടെ വിട്ടിട്ട് ഞങ്ങൾ എങ്ങനെ രാജ്ഭവനിലേക്ക് പോകും? അതാ ഞങ്ങളും പോകാഞ്ഞത്. എന്താ സംഭവിച്ചത്? കഴുത്തുമുട്ട മുഖ്യമന്ത്രി ആവണേലും പൊതുവെ എതിർപ്പുണ്ടായി. പിന്നെ ആരോ KGRന്റെ പേര് സജസ്റ്റ് ചെയ്തു. ഭൂരിപക്ഷം MLA-മാർക്ക് അത് ഇഷ്ടമായി. വിശ്വം പേടിക്കൊന്നും വേണ്ട, അയാൾ നമ്മുടെ പയ്യൻ തന്നെ. നിങ്ങൾ എന്റെ ടെൻഷൻ ഒന്ന് മനസ്സിലാക്കണം. 1, 10, 50 ലക്ഷമല്ല, 1.5 കോടി രൂപയാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചത്. പലർക്കും പല വാഗ്ദാനങ്ങളും നൽകി പിരിച്ചെടുത്ത തുകയാണത്. അവരോടൊക്കെ ഞാൻ എന്ത് സമാധാനം പറയും? അതിലിപ്പോഴെന്ത് സംഭവിച്ചു? മുഖ്യമന്ത്രി ഒരാൾ മാത്രമാണോ രാജ്യം ഭരിക്കുന്നത്? വേറെയും മന്ത്രിമാരില്ലേ? അങ്ങനെ കൈവിട്ട് കളിക്കാനൊന്നും ഞങ്ങൾ ആരെയും സമ്മതിക്കില്ല. കൈമൾ സാർ നിങ്ങളെ തഴഞ്ഞു. കൈമർ സാർ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഭൂരിപക്ഷം പേരും KGRനെ സപ്പോർട്ട് ചെയ്താൽ പാർട്ടി പ്രസിഡന്റ് എന്ത് ചെയ്യാൻ സാധിക്കും? വിശ്വം സമാധാനമായിരിക്കുക. അങ്ങനെ ആരെയും വഞ്ചിച്ച പാരമ്പര്യം ഞങ്ങൾക്കില്ല. തന്റെ മുഖത്ത് കരിവാരി തേക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല. ഞാൻ മനപ്പായസം കുടിച്ചു. കഴുത്തുമുട്ട മുഖ്യമന്ത്രി, എരിഞ്ഞോളി ഫിനാൻസ്, പാപ്പച്ചൻ റവന്യൂ, ഇപ്പോ ഒരു 7ാം കൂലി ആദ്യമായിട്ട് MLA ആയി, തലമുത്ത എല്ലാത്തിനെയും കടത്തി വെട്ടി മുഖ്യമന്ത്രിയുമായി. അത് കളയുന്നേ. അതിപ്പോ തന്നെ ഇങ്ങനെ ചൊറിഞ്ഞ് കളിക്കാൻ ഒക്കെ ശരിയാവും. ഇവിടെ പോന്നാട്ടെ. എന്താ മനസ്സിലായത്? ഇങ്ങനെയൊക്കെ വേണം. മന്ത്രിയായിട്ട് ആദ്യം വീട്ടിലേക്ക് വരികയല്ലേ? ആ വാ. വേണ്ട, ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ പോയാൽ അങ്ങനെ ആഹാരം കഴിച്ചിട്ട് പോവാം. ഇത്രയും പേർക്ക് പെട്ടെന്ന് വേണ്ട സർ. എന്താ താനെന്താ വിളിച്ചത്? KGR പഴയ KGR തന്നെയാ. നമ്മുടെ ഇടയിൽ ഈ സാറൊന്നും വേണ്ട. ആ വത്സലേ, ഞങ്ങൾ 5-6 പേരുണ്ട്. ഭക്ഷണം വേണം. ബുദ്ധിമുട്ടാവൂ? ഇല്ല, തരപ്പെടുത്താം. ശരി, വേഗോട്ടെ. അല്ല, നിങ്ങൾ അങ്ങോട്ട് ഇരിക്കേ, ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറിയിട്ട് വരാം. ഇരിക്കേ. ഇരുന്നാട്ടെ. ഇരുന്നാട്ടെ, ഇരിക്കേ. എല്ലാരും ഇന്ന് വിടുന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി, എന്നിട്ടേ ഞാൻ വിടൂ. ചപ്പാത്തി ആവുമ്പോ വേഗം നടക്കും. കുറച്ചുകൂടി മാവ് ഒഴിക്കും. എന്തിനാ വത്സല എന്നെ വിളിച്ചത്? ഗോപിട്ട, ഇന്ന് ശനിയാഴ്ച ഇറച്ചിയും മീനൊന്നും പതിവില്ല, പച്ചക്കറിയേ ഉള്ളൂ. അതുകൊണ്ട് കൂട്ടുകാർ. ഒരു കുഴപ്പവുമില്ല, ഇതൊക്കെ ധാരാളം മതി. പച്ചക്കറി വേണ്ടാത്തവന്മാർ അമ്മരുടെ വീട്ടിൽ പോയി തന്നെ. അല്ല വേണ്ട ഗോപിട്ട. സാരമില്ല, ഞാനും കൂടെ സഹായിക്കാം. വേഗം ആകുമല്ലോ. ഇന്നവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. എവിടെ? രാജ്ഭവനിൽ. അയ്യോ, ഉണ്ടായിരുന്നോന്ന്? ഈ പട്ടണം മുഴുവൻ ഉണ്ടായിരുന്നു. ഗവർണർമാര്, പോലീസ് ഉദ്യോഗസ്ഥന്മാര്, ഗവൺമെന്റ് സെക്രട്ടറിമാര്, അങ്ങനെ ആരല്ല. വത്സല ഇതൊന്നും TV കണ്ടില്ലേ? ഇല്ല, ഇവിടെ TV ഉണ്ടായിട്ട് വേണ്ടേ? പലരും വത്സലയുടെ കാര്യം ചോദിച്ചോ? എനിക്ക് വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ ചേട്ടനെ ഒന്നും ഇഷ്ടമാവില്ല. ഏയ്,
എന്താ ആലോചിക്കുന്നത്? ഇന്നത്തോടുകൂടി എന്റെ സർവ്വ സ്വാതന്ത്ര്യങ്ങളും നഷ്ടപ്പെട്ടിരിക്കും. എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ ഒരാവേശത്തിന് കയറി അങ്ങ് സമ്മതിച്ചു. ഇപ്പോ വല്ലാത്തൊരു പേടി. അതെന്താ? അതങ്ങനെ. ഇനി സംസാരിക്കുന്നതിന് മുമ്പ് പേടിക്കണം, സംസാരിച്ച് കഴിഞ്ഞാൽ പേടിക്കണം, പ്രതിപക്ഷത്തെ പേടിക്കണം, ഭൂരിപക്ഷത്തെ പേടിക്കണം, ജനങ്ങളെ പേടിക്കണം. ഇന്നു മുതൽ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത പലതും ചെയ്യേണ്ടി വരും. അനാവശ്യമായ കീഴ്വഴക്കങ്ങൾ, പ്രോട്ടോകോൾ, കൃത്രിമമായ ബഹുമാനം, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത വാഗ്ദാനങ്ങൾ, അങ്ങനെ പലതും. ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ സ്വീകരിച്ചത്? അധികാരവും പദവിയൊന്നും ഇല്ലെങ്കിലും സാരമില്ല, സമാധാനം വേണം. എനിക്ക് ആ ഒരു ആഗ്രഹമേ ഉള്ളൂ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. പിന്നൊരു കാര്യം, ഡേറ്റിനകത്തൊരു രാജിക്കത്ത് എഴുതി വെച്ചിട്ടാണ് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തത്.